സ്നേഹവന്ദനം. പ്രയർ സ്റ്റഡി സീരീസ് രണ്ടാം ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശേത്തിൻ്റെയും തൻ്റെ സന്തതിയുടെയും കാലത്ത് ദൈവത്തെ പൊതുവായി ആരാധിക്കുകയും യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹം രൂപം കൊള്ളാൻ തുടങ്ങി എന്നാണ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നതല്ല, മനുഷ്യന് മാറ്റം വരുത്തുന്നതായിരിക്കണം. ഒരു 5ാം ക്ലാസ്സുകാരനായ കുട്ടി അന്ന് വീട്ടിലെത്തിയത് നിരാശനായിട്ടാണ്. അവൻ പപ്പയുടെ മുൻപിൽ വന്ന് തല കുനിച്ചു നിന്നു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതാണ് അവന്റെ നിരാശയുടെ കാരണം. മകന്റെ തോൽവിയെക്കുറിച്ച് നേരത്തെ തന്നെ ടീച്ചർ പിതാവിനെ വിളിച്ചറിയിച്ചിരുന്നു. പപ്പ, ഞാൻ തോറ്റു. മകൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. പപ്പ അവന് ശകാരിച്ചില്ല, പകരം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പപ്പയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു മോനെ. പക്ഷേ മോൻ പപ്പയുടെ അടുത്ത് വന്ന് മനസ്സ് തുറക്കാൻ പപ്പ കാത്തിരിക്കുകയായിരുന്നു. ആ സംഭാഷണത്തിന് ശേഷം കുട്ടിയുടെ ഭയം മാറി, ആത്മവിശ്വാസം അവന് തിരിച്ചു കിട്ടി. ഇവിടെ പപ്പയ്ക്കല്ല മാറ്റം വന്നത് ആ മകനായിരുന്നു. ഇതുപോലെ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ നേരത്തെ തന്നെ അറിയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. മത്തായിയുടെ സുവിശേഷം 6:8 വാക്യം. എന്നിട്ടും നമ്മെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. ദൈവത്തിന് നമ്മിൽ നിന്ന് പ്രാർത്ഥനയുടെ പുതിയ കാര്യമൊന്നും പഠിക്കാൻ വേണ്ടിയല്ല. പിന്നെയോ നമ്മുടെ ഭയം വിശ്വാസമായി മാറണം, നമ്മുടെ കോപം സമാധാനമായി മാറണം, നമ്മുടെ നിരാശ പ്രത്യാശയായി മാറണം, നമ്മുടെ സ്വാർത്ഥത ദൈവഹിതത്തിന് വഴിമാറും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ക്രമേണ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടണം. ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയിലെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഭയം മാറുന്നില്ല, കോപവും മാറുന്നില്ല, നിരാശയ്ക്കും വ്യത്യാസമൊന്നും കാണുന്നില്ല, സ്വാർത്ഥതയ്ക്ക് ഒരു കുറവും കാണുന്നില്ല, അസൂയയാണെങ്കിൽ പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇവരെയൊക്കെ പ്രാർത്ഥനക്കാരായി കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഒരു മറുപടി കിട്ടുന്നില്ലെന്നാണ്. ക്രിസ്തുവിന്റെ ഒരു ഭാവവും ഇവരിൽ കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചാൽ ഒരു ഫലവും ഉണ്ടാവില്ല. അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത്, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചിലവിടേണ്ടവർ വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ വാക്യം. ആ കാലത്ത് ചിതറിപ്പാർത്തിരുന്ന വിശ്വാസികളിൽ കലഹവും അസൂയയും സ്വാർത്ഥതയും കോപവും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയായിരുന്നു അവർ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. യാക്കോബ് 4:1-2 വാക്യങ്ങൾ. ജനങ്ങൾ ദൈവസന്നിധിയിൽ പോകുന്നുണ്ടായിരുന്നുവെങ്കിലും അവർ സ്വന്തം വഴികളിലൂടെ കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് അവർക്ക് ഒന്നും നേടാനായിട്ട് സാധിച്ചില്ല. ഇന്ന് പലരുടെ സ്ഥിതി ഇതുപോലൊക്കെ തന്നെയാണ്. ആദ്യമായി പ്രാർത്ഥിച്ചു എന്ന് വ്യക്തമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 20-ലാണ്. ഗെരാർ രാജാവായ അബീമേലെക്കിനോട് ദൈവം സ്വപ്നത്തിൽ സംസാരിച്ചത്, അബ്രഹാം ഒരു പ്രവാചകനാകുന്നു, നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഉൽപ്പത്തി 20-ന്റെ 7-ാമത്തെ വാക്യം. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും ഭാര്യയെയും അവരുടെ ദാസിമാരെയും സൗഖ്യമാക്കി. ഉൽപ്പത്തി 20:17. ഉൽപ്പത്തി 4:26 ജനം യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി എന്ന് കാണുന്നു. ഉൽപ്പത്തി 20:17 അബ്രഹാം അബീമേലെക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതായത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. ഒരുവന് വേണ്ടി മറ്റൊരുത്തൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, നിനക്കൊരു മാറ്റം വരണമെന്ന് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ആവശ്യങ്ങൾ നിറവേറുവാൻ വേണ്ടി മാത്രമല്ല, അങ്ങയുമായി അടുത്ത ഒരു ബന്ധത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്നെ സഹായിക്കണമേ. എൻ്റെ ഭയത്തെ വിശ്വാസമായും, എൻ്റെ നിരാശയെ പ്രത്യാശയായും, എൻ്റെ അഹങ്കാരത്തെ താഴ്മയായും, എൻ്റെ സ്വാർത്ഥതയെ സ്നേഹമായും മാറ്റണമേ. എൻ്റെ ഇഷ്ടത്തെക്കാൾ അങ്ങയുടെ ഇഷ്ടത്തെ നിറവേറ്റുവാനുള്ള നല്ലൊരു ഹൃദയം എനിക്ക് നീ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ 3-ാം ഭാഗവുമായി നാം കൂടി കാണുന്നതുവരെ ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.